വാർത്തകളിലേക്ക്. ഭോപ്പാലിൽ വഴിതടഞ്ഞ മധ്യപ്രദേശ് സർക്കാരിന്റെ നടപടി ഒരു കാലത്തും ന്യായീകരിക്കാൻ കഴിയാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി. സംഘപരിവാർ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് സംഭവം. കേരളത്തിലായിരുന്നെങ്കിൽ ഇതൊരിക്കലും സംഭവിക്കില്ലായിരുന്നു. രാജ്നാഥ് സിംഗ് തലശ്ശേരിയിലെ സന്ദർശനം നടത്തിയപ്പോൾ പോലും ആരും തടഞ്ഞിട്ടില്ല. മാപ്പ് പറഞ്ഞതുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല ഇത് എന്നും മുഖ്യമന്ത്രി ഇന്ന് കൊച്ചിയിൽ. നമ്മൾ ഈ കേരളത്തിലെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഏറ്റവും വലിയ സംഘർഷം നിലനിൽക്കുന്ന സമയത്തായിരുന്നു കണ്ണൂരിൽ തലശ്ശേരിയിൽ രാജ്നാഥ് സിംഗ് വന്നത്. നിങ്ങൾ ചില ഗ്രാമങ്ങളെ പാർട്ടി ഗ്രാമെന്ന് മുദ്രകുത്താറുണ്ടല്ലോ, ആ പാർട്ടി ഗ്രാമത്തിലേക്കായിരുന്നു അദ്ദേഹം പോയത്. ഒരു പ്രശ്നമുണ്ടായില്ല. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു നടപടിയാണല്ലോ. ഇത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ മേലെ ഒരു പ്രതിഷേധം പെട്ടെന്ന് ഉയർന്നു വരുന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നുമില്ലാതെ സംഘടിപ്പിച്ചൊരു കാര്യമാണ്. അത് RSSൻ്റെ ഒരു നിലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എന്നുള്ളത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുന്നു. ഉമേഷ്, കേരളം മുഴുവൻ ഏതാണ്ട് കക്ഷിഭേദമന്യേ പ്രതിഷേധം സൃഷ്ടിച്ച ഒരു സംഭവത്തിൽ മുഖ്യമന്ത്രി തന്നെ ആ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഉണ്ടായത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അജിംഷാദ്, ആദ്യമായാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ വിവരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ ഉണ്ടായത് എന്ന്. ഭോപ്പാലിൽ കണ്ടത് RSSന്റെ സംസ്കാരമാണ് എന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി. RSSന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് മധ്യപ്രദേശ് സർക്കാരും പോലീസും സ്വീകരിച്ചത്. മാത്രമല്ല, ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണിക്കാനായി അദ്ദേഹം ചില ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് വലിയ സംഘർഷം നിലനിന്നിരുന്ന ഒരു സമയത്താണ് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജ്നാഥ് സിംഗ് കണ്ണൂരിൽ വന്നത്. അന്ന് ഇതുകൂടാതെ BJPയുടെ അഖിലേന്ത്യാ സമ്മേളനം നടന്നത് കോഴിക്കോട് വെച്ചാണ്. അന്നെല്ലാം ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ട സഹായങ്ങൾ പോലീസും സംസ്ഥാന സർക്കാരും ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായത് എന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഒരു സംസ്ഥാനത്തെ മുഴുവൻ അപമാനിക്കുന്ന ഒരു നടപടിയാണ് ഭോപ്പാലിൽ ഉണ്ടായത്. അതിന് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ച ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഉമേഷ്, നടന്നത് എങ്ങനെയായിരുന്നു? അവിടുത്തെ പോലീസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന പദവി നിരക്കാത്ത വിധത്തിൽ എന്തൊക്കെ രീതിയിലാണ് അവർ അവിടുത്തെ പോലീസ് പെരുമാറിയത്? അത് പിണറായി തന്നെ പറഞ്ഞത് എങ്ങനെ? അജിംഷാദ്, മുഖ്യമന്ത്രി വിവരിച്ചത് ഇങ്ങനെയാണ്. അതായത് വൈകുന്നേരം 5:30യോടെയാണ് ഈ പരിപാടിക്ക് ക്ഷണിച്ചത്. അതായത് മലയാളി സംഘടനകൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്, സ്വീകരണ യോഗമാണ്. അതിൽ പങ്കെടുക്കാനായി താൻ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. ആ പോകുന്ന വേളയിലാണ് വഴിക്ക് വെച്ച് പൈലറ്റ് വാഹനം ആദ്യം നിർത്തുകയും പിന്നീട് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനം നിർത്തുകയും ചെയ്തു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി എന്താണ് കാര്യം എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, അവിടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്, നിരവധി പേർ തടിച്ചുകൂടിയിരിക്കുന്നു, അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കണം അല്ലെങ്കിൽ മടങ്ങിപ്പോകണം എന്ന തരത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് SP-യുടെ നിർദ്ദേശമാണ് എന്നും ആ പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, SP-യുടെ നിർദ്ദേശം അല്ലെങ്കിൽ പോലീസിന്റെ നിർദ്ദേശമാണ് താൻ എപ്പോഴും അനുസരിക്കുക എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അപ്പോൾ SP-യുടെ നിർദ്ദേശം ഇത് തന്നെയാണ്, ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് അനുസരിച്ച് പിന്നീട് താമസിക്കുന്ന ഹോട്ടലിലേക്ക് മടങ്ങുകയാണ് താൻ ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. മാത്രമല്ല, മുഖ്യമന്ത്രി പോകുന്ന കാര്യം, അതായത് ഈ ഭോപ്പാലിലെ പങ്കെടുക്കുന്ന പരിപാടി സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ മധ്യപ്രദേശ് സർക്കാരിനെ അറിയിച്ചിരുന്നു. അപ്പോൾ സർക്കാരിന് കൃത്യമായി അറിയാം മുഖ്യമന്ത്രി ഏത് പരിപാടിയിലാണ് പങ്കെടുക്കേണ്ടത്, എന്തെല്ലാം സുരക്ഷ ഒരുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിന് അറിയേണ്ടതാണ്. എന്നാൽ അത് ഒരുക്കിയില്ല എന്ന് മാത്രമല്ല, അതിന് വിരുദ്ധമായ ഒരു സമീപനം മധ്യപ്രദേശ് സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ഒരു കൂട്ടം RSS ആണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ പ്രതിഷേധക്കാർക്ക് അനുകൂലമായ ഒരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ആ പരിപാടിയിൽ എത്തേണ്ട മുഖ്യമന്ത്രിയെ, ആ പരിപാടിയിൽ സുഗമമായി എത്തുകയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ട മുഖ്യമന്ത്രിയെ തടയുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പിന്നീട് ഇതിനുശേഷം DIGയും മധ്യപ്രദേശ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പിണറായി വിജയനെ ഫോണിൽ സംസാരിച്ചെങ്കിലും മാപ്പ് പറഞ്ഞെങ്കിലും അതിൽ കാര്യമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് RSSന്റെ ഒരു സംസ്കാരമാണ്
അവിടെ കണ്ടത്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇത്രയും വലിയ സംഘർഷം നിലനിന്നിരുന്ന സമയത്തെല്ലാം BJP നേതാക്കൾക്കും കേന്ദ്രമന്ത്രിയായ രാജ്നാഥ് സിംഗിനും എല്ലാം സുഗമമായി എത്താൻ കഴിഞ്ഞതാണ്. അന്ന് അവർക്കെതിരെ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വേണ്ട സഹായങ്ങൾ സംസ്ഥാന സർക്കാരും പോലീസും ചെയ്തതാണ്. അപ്പോൾ ആ സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ കാണേണ്ടത്. തീർത്തും ദുഃഖകരമായ, സംസ്ഥാനത്തെ മുഴുവൻ അപമാനിക്കുന്ന ഒരു നടപടിയാണ് മധ്യപ്രദേശ് സർക്കാരിൽ നിന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അജിംഷാദ്. ശരി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. AIADMK നേതൃത്വം ശശികല ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജയലളിതയുടെ സഹോദരി പുത്രി ദീപയാണ് പ്രതിഷേധവുമായി എത്തിയത്. ജയലളിതയുടെ യഥാർത്ഥ പിൻഗാമി താനാണെന്ന് ദീപ പറഞ്ഞു. ശശികല നേതൃത്വം ഏറ്റെടുത്തത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ദീപ പ്രതികരിച്ചു. സഹകരണ മേഖലയെ സംരക്ഷിക്കുക എന്ന പ്രചരണം ഇന്ന് കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സഹകരണ മേഖലയ്ക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാണിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സഹകരണ സംരക്ഷണ സമിതി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 2-ന് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യപ്രഭാഷണം നടത്തും. MPമാരും MLAമാരും അടക്കമുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുക്കും. കൊച്ചി മെട്രോ അവലോകന യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് യോഗം. മെട്രോ കാക്കനാട്ടേക്ക് നീട്ടുന്നത് സംബന്ധിച്ചും ഇതുവരെയുള്ള നിർമ്മാണ പുരോഗതിയും യോഗം വിലയിരുത്തും. യോഗത്തിൽ മെട്രോ പദ്ധതി നടത്തിപ്പിൽ കുടുംബശ്രീയെ പങ്കാളിയാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കും. ടിക്കറ്റിംഗ്, കസ്റ്റമർ റിലേഷൻസ്, ക്യാൻറ്റീൻ നടത്തിപ്പ് എന്നിവ കുടുംബശ്രീയെ ഏൽപ്പിക്കാനാണ് തീരുമാനം. മന്ത്രി KT ജലീൽ, E ശ്രീധരൻ, KMRL, DMRC ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. തുർക്കിയിലെ ഇസ്താംബൂളിൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. 166-ൽ അധികം ആൾക്കാർക്കാണ് പരിക്കേറ്റത്. ഇസ്താംബൂളിലെ ബെസിക്ടാസ് ഫുട്ബോൾ ടീമിൻ്റെ ഹോം ഗ്രൗണ്ടായ മൈതാനത്തിന് സമീപമാണ് ഭീകരാക്രമണം നടന്നത്. മൈതാനത്തിൻ്റെ സുരക്ഷയ്ക്കായി നിന്നിരുന്ന പോലീസുകാർക്ക് നേരെയായിരുന്നു ആക്രമണം. കാർ ബോംബ് സ്ഫോടനവും ചാവേർ ആക്രമണവും നടന്നതായും ഇതിന് പിന്നാലെ വെടിവെപ്പ് നടന്നതായും ദൃക്സാക്ഷികൾ പറയുന്നു. അതേസമയം ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. കൊല്ലം കോർപ്പറേഷനിലെ തേവള്ളി ഡിവിഷനിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ റിബൽ സ്ഥാനാർത്ഥി മത്സരരംഗത്ത്. RSP സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. തേവള്ളിയിലെ കൗൺസിലർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDFന് വേണ്ടി RSP സ്ഥാനാർത്ഥി S ലക്ഷ്മിയാണ് മത്സരിക്കുന്നത്. കൊല്ലം DCCയിൽ വെച്ച് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒപ്പം പ്രചരണവും തുടങ്ങി. ലക്ഷ്മി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. എന്നാൽ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തേവള്ളിയിലെ മുൻ കൗൺസിലറിന്റെ ഭാര്യ ഗീതാ ദേവകുമാർ UDF സ്ഥാനാർത്ഥിയേക്കാൾ പ്രചരണത്തിൽ ഒരുപടി മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ കൊല്ലം DCC പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം ഇങ്ങനെ: UDFന്റെ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാകത്തില്ല. UDFന്റെ ആരെങ്കിലും റിബലായിട്ട് വന്നാൽ അവർ നടപടിയെടുത്ത് പുറത്താക്കും. അവർ ഒരിക്കലും UDF ആണെന്ന് പറയാൻ പറ്റത്തില്ല. നോമിനേഷൻ കൊടുക്കുന്നവരെ ആർക്കും സ്ഥാനാർത്ഥി ആകാൻ താല്പര്യം പ്രകടിപ്പിക്കാം. പക്ഷെ ഒരു തീരുമാനമെടുത്ത് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അതിന് വിരുദ്ധമായി മത്സരിക്കാൻ വന്നാൽ അവരുടെ പേരിൽ നടപടിയെടുക്കുക, അവരെ പുറത്താക്കുക എന്നുള്ളതാണ്. എന്നാൽ താൻ റിബൽ സ്ഥാനാർത്ഥി അല്ലെന്നും തേവള്ളിയിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് കുടുംബമാണ് തന്റേതെന്നും UDF റിബൽ ഗീതാ ദേവകുമാർ വ്യക്തമാക്കി. റിബൽ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു കോൺഗ്രസ് സ്ഥിരമായി ജയിക്കുന്ന ഒരു വാർഡാണിത്. ഇവിടെ കഴിഞ്ഞ തവണ സന്ദർഭവശാൽ RSPക്ക് സീറ്റ് കൈവശം പോവുകയായിരുന്നു. പക്ഷേ അവർക്കത് നന്നായി പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഈ വർഷവും അതിന് തന്നെയാണ് സാഹചര്യം ഒരുങ്ങുന്നതെന്ന് കണ്ടപ്പോൾ ഇവിടെയുള്ള മുഴുവൻ കോൺഗ്രസ്സുകാരും എന്നോട് നിൽക്കാനായി ആവശ്യപ്പെടുകയും ഞാനത് അംഗീകരിക്കുകയുമായിരുന്നു. അതേസമയം ഇടത് സ്ഥാനാർത്ഥിയും അധ്യാപികയുമായ NS ബിന്ദു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങി UDFനും BJPക്കും വെല്ലുവിളി ഉയർത്തി. ഡിവിഷൻ പിടിച്ചെടുക്കാൻ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രചരണവും അവർ ആരംഭിച്ചു. BJP സ്ഥാനാർത്ഥി ശൈലജയും സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ രംഗത്തുണ്ട്. മരണപ്പെട്ട കൗൺസിലർ കോകിലയുടെ അമ്മയാണ് ശൈലജ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
DCC പുനഃസംഘടനയിൽ അതൃപ്തി പ്രകടമാക്കി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്റെ അഭിപ്രായം പാർട്ടി നേതൃത്വത്തെ അറിയിക്കുമെന്നും അതൃപ്തി ഉണ്ടോ എന്നത് മാധ്യമങ്ങളോട് പറയേണ്ടതില്ലെന്നും ഉമ്മൻചാണ്ടി തുറന്നടിച്ചു. പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് ആണെന്നും അർഹതയുള്ളവർ ധാരാളമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ DCC അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ എ ഗ്രൂപ്പിനെ വെട്ടിനിരത്തിയതിലുള്ള അതൃപ്തി വ്യക്തമാക്കിയാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. പുനഃസംഘടനയിൽ അതൃപ്തിയുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. അത് മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളതല്ല. അതിൻ്റെ അഭിപ്രായം ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. അർഹതയുള്ളവർ ധാരാളമുണ്ടെന്നും പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരുടെ പാർട്ടിയാണ്. ധാരാളം പേര് അർഹതയുള്ളവരുണ്ട്. പിന്നെ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പുതിയ DCC അധ്യക്ഷന്മാരിൽ 4 പേർ മാത്രമാണ് എ ഗ്രൂപ്പിൽ നിന്നുള്ളത്. ഹൈക്കമാൻഡ് തങ്ങളെ തഴഞ്ഞതിൽ ഗ്രൂപ്പിൽ അതൃപ്തി പുകയുകയാണ്. ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കാനുള്ള ആലോചനയിലാണ് ഗ്രൂപ്പ് നേതൃത്വം. പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാനും ആലോചനയുണ്ട്. പുനഃസംഘടനയെ ചൊല്ലി വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മുറുകുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. KSRTCക്ക് ഇനി വായ്പ നൽകാനാകില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. KSRTCയെ രക്ഷിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്നും ധനമന്ത്രി തോമസ് ഐസക് ദില്ലിയിൽ പറഞ്ഞു. തോമസ് ഐസക്കിന്റെ വാക്കുകളിലേക്ക്. അതെന്തിന് ഇവരുടെ അനുവാദം? സ്റ്റാമ്പ് ഡ്യൂട്ടി അങ്ങ് വർദ്ധിപ്പിച്ചാൽ പോരെ സംസ്ഥാനത്തിന്. അതുകൊണ്ട് അതൊന്നും സ്വീകാര്യമല്ല കേരളത്തിന്. തീർച്ചയായും ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കരൻ ചേരുന്നു. മനു, GST യോഗത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ധനമന്ത്രി ഇത്തരത്തിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് ധനമന്ത്രി സൂചിപ്പിച്ചത്? തീർച്ചയായും KSRTCക്ക് ഇനിയും ഇത്തരത്തിൽ പണം വീണ്ടും നൽകാനാകില്ല എന്നാണ് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കിയത്. നിലവിലുള്ള വ്യവസ്ഥകളൊക്കെ ആയി മുന്നോട്ട് പോകും. പക്ഷേ ഈ വരുമാന നഷ്ടം നികത്തുന്നതിന് KSRTC തന്നെ ഇതിനുള്ള അജണ്ടകൾ രൂപവൽക്കരിക്കണം എന്നുകൂടിയാണ് തോമസ് ഐസക് വ്യക്തമാക്കിയിട്ടുള്ളത്. KSRTCയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി CNG ബസ്സുകളിലേക്ക് ചൂടുമാറാൻ സംസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ള കൂടുതൽ ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകേണ്ടിയിരിക്കുന്നു എന്നുകൂടിയാണ് തോമസ് ഐസക് വ്യക്തമാക്കിയിട്ടുള്ളത്. KSRTCയെ സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കവും സംസ്ഥാനം തുടരും. എങ്കിലും ഈ KSRTCയിൽ പ്രത്യേകിച്ച് ഈ വരുമാന നഷ്ടം നികത്തുന്നതിനുള്ള കർമ്മ പദ്ധതികൾ KSRTC തന്നെ രൂപവൽക്കരിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടിയാണ് ധനമന്ത്രി തോമസ് ഐസക് ദില്ലിയിൽ വ്യക്തമാക്കിയത്. അതോടൊപ്പം ഇന്ന് GST യോഗവും പുരോഗമിക്കുകയാണ്. GST യോഗത്തിൽ പ്രധാനമായും സേവന നികുതി പിരിക്കുന്ന കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനായാണ് ചർച്ചയെങ്കിലും ഈ കേരളത്തിന്റേതായ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കിയിട്ടുള്ളത്. 1.5 കോടിയിൽ താഴെ വരുമാനമുള്ളവരുടെ നികുതി പിരിക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യത്തിൽ നിന്ന് ഇന്നത്തെ യോഗത്തിലും പിന്നോട്ടില്ല എന്ന് ധനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. അതിനാൽ തന്നെ ഇനി കേന്ദ്രം ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. ഡിസംബർ 16 അവസാനിക്കുന്ന പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന് മുൻപായി മാതൃക GST ബിൽ ഉൾപ്പെടെ പാസാക്കാനാകുമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. അതിനായാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ സംയമനത്തിനെത്തുന്നതിനായി ഇന്നത്തെ ചർച്ച വിളിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ കേരളം ഈ ഒരു നിലപാടിൽ 1.5 കോടി രൂപയിൽ താഴെയുള്ളവരെ നികുതി പിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അജിംഷ. തീർച്ചയായും മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. 2 വർഷം മുമ്പ് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ കുത്തക ലേലക്രമക്കേടുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടും ദേവസ്വം ബോർഡ് അധികൃതർ അട്ടിമറിച്ചു. 2012 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായ VS ജയകുമാർ അടക്കമുള്ളവർക്കെതിരായ അന്വേഷണ റിപ്പോർട്ടാണ് അട്ടിമറിച്ചത്. 2012 മണ്ഡല മകരവിളക്കുത്സവകാലത്ത് നടന്ന കുത്തക ലേലവുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി നടന്നുവെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്നും ചൂണ്ടിക്കാണിച്ച് റിട്ടയർഡ് സെഷൻസ് ജഡ്ജി പ്രേമചന്ദ്രൻ സമർപ്പിച്ച റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡ് അധികൃതരും മുൻ UDF സർക്കാരും മുക്കിയത്. സുമംഗലി കല്യാണ മണ്ഡപത്തിൽ 2012 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ജയകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ കുത്തക ലേലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3,84,57,413 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 2011 24 ഇനങ്ങളുടെ
കുത്തകലേലത്തിൽ 9,79,15,785 രൂപ ബോർഡിന് ലഭിച്ചുവെങ്കിൽ 2012 ആയപ്പോൾ കരാർ തുക 5,94,58,372 രൂപയായി കുറഞ്ഞുവെന്നും ജുഡീഷ്യൽ അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് 3.5 കോടിയിലേറെ രൂപയുടെ അഴിമതിക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി വേണമെന്ന് കാണിച്ച് ശുപാർശ ചെയ്ത റിപ്പോർട്ടിൽ പക്ഷേ നടപടി മാത്രമുണ്ടായില്ല. മുൻ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരനായ ജയകുമാറിനെതിരെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെ നിരവധി അഴിമതി ആരോപണം ഉയർന്നിരുന്നെങ്കിലും മന്ത്രി സഹോദരൻ എന്ന പരിഗണനയിൽ ഒന്നും അന്വേഷിക്കാൻ UDF സർക്കാർ തയ്യാറായുമില്ല. അതിനിടെ ദേവസ്വം സെക്രട്ടറിക്കെതിരെ വിജിലൻസിന്റെ ത്വരിതാന്വേഷണ റിപ്പോർട്ട് 4 മാസം കഴിഞ്ഞിട്ടും സമർപ്പിക്കാത്തത് പിന്നിലും കോൺഗ്രസ് നേതൃത്വമാണെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് മുൻ SP ഗോപാലകൃഷ്ണപിള്ളയാണ് ജയകുമാറിനെതിരായ അഴിമതി ആരോപണം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയത്. ഇതിലാണ് ത്വരിതാന്വേഷണം നടക്കുന്നതും. മണ്ഡല മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ട ശബരിമലയിലേക്ക് പാത്രങ്ങൾ വാങ്ങിയ സംഭവത്തിൽ നിലവിലെ ദേവസ്വം സെക്രട്ടറിക്കെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളാനുള്ള റിപ്പോർട്ടും ബോർഡ് ഉന്നതർ ചേർന്ന് പൂഴ്ത്തിവെച്ചു. ബിജേഷ് നടുവിൽ, സന്നിധാനം. തൃശൂർ ചെറുവത്തേരിയിലെ ആസിഡ് മാലിന്യ പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ. കിണറുകളിൽ അമ്ല സാന്നിധ്യം ഭീതിജനകമാണെന്നും സ്വർണ്ണാഭരണ നിർമ്മാണശാലയുടെ പ്രവർത്തനം ചട്ടങ്ങൾ മറികടന്നാണെന്നും VS അച്യുതാനന്ദൻ ആരോപിച്ചു. 600ഓളം കിണറുകളിൽ വിഷമയം നിറയ്ക്കുന്ന കമ്പനിക്കെതിരെ നാട്ടുകാർ നടത്തുന്ന പ്രക്ഷോഭത്തിൽ VS അച്യുതാനന്ദൻ എത്തിയത് സമരക്കാർക്ക് ആവേശമായി. ആസിഡ് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന ചെറുവത്തേരിയിലെ സ്വകാര്യ സ്വർണ്ണാഭരണ നിർമ്മാണശാലയ്ക്കെതിരെ പ്രദേശവാസികൾ വർഷങ്ങളായി സമരത്തിലാണ്. നാട്ടുകാരും മനുഷ്യാവകാശ പ്രവർത്തകരും നടത്തിവന്ന പ്രതിഷേധത്തിലാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ എത്തിയത്. വീടുകളിലെ കിണർവെള്ളം പരിശോധിച്ച് പരാതിയുടെ നിജസ്ഥിതി ഉറപ്പുവരുത്തിയ VS മലിനീകരണം ഭീതിജനകമെന്ന് സാക്ഷ്യപ്പെടുത്തി. കിണറുകളിലെ വെള്ളം ആസിഡായി മാറുന്ന അത്രയും ഗുരുതരമായ ജലമലിനീകരണത്തിന്റെ തോത് കുടിവെള്ളം വില കൊടുത്തു വാങ്ങാൻ പ്രദേശവാസികളെ നിർബന്ധിതരാക്കുന്നു. 10 സർക്കാർ ഏജൻസികൾ പ്രദേശത്തെ അമ്ലസാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ മറികടന്നാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനമെന്നും VS പറഞ്ഞു. തലശ്ശേരി സംബന്ധിച്ച വിവരങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തി പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കുമെന്നും ഉറപ്പു നൽകിയാണ് VS മടങ്ങിയത്. ഈ പ്രശ്നത്തിന്റെ ഗൗരവാവസ്ഥ സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടുത്തുകയും പരിഹാരത്തിനായി യത്നിക്കുകയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മതങ്ങൾക്ക് മുകളിലാണ് മനുഷ്യസ്നേഹമെന്ന മഹത്തായ സന്ദേശമാണ് സന്നിധാനത്തെ വാവരുനട ഏവർക്കും നൽകുന്നത്. 18ാം പടിക്ക് സമീപത്തെ വാവരുനടയിൽ അയ്യപ്പനോളം തന്നെ പ്രാധാന്യം നൽകിയാണ് അയ്യപ്പ ഭക്തർ ദർശനത്തിനായി എത്തുന്നത്. മനുഷ്യരെല്ലാം ഒന്നാണെന്നും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ യാതൊരു വേർതിരിവും പാടില്ലെന്ന സന്ദേശവുമാണ് സന്നിധാനത്തെ വാവരുനട നൽകുന്നത്. സന്നിധാനത്ത് 18ാം പടിക്ക് സമീപമാണ് വാവരുനടയുടെ സ്ഥാനം. ഒരു വേള ശത്രുവായിരുന്ന വാവരെ അയ്യപ്പൻ യുദ്ധത്തിലൂടെ തോൽപ്പിച്ചെന്നും നല്ല പോരാളിയായിരുന്ന വാവരെ അയ്യപ്പൻ സുഹൃത്താക്കിയെന്നുമാണ് ഐതിഹ്യം. ശബരിമലയിൽ തന്റെ സമീപത്ത് ഇരിപ്പിടവും നൽകിയാണ് അയ്യപ്പൻ വാവരെ ആദരിച്ചതും. നിലവിലെ സാഹചര്യത്തിൽ അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ ദോഷവശങ്ങൾക്കും വേണ്ടി ഒരു പരിഹാരമാർഗമായിട്ട് ജാതിയോ മതമോ ഭേദവും ഇല്ലാത്ത രീതിയിൽ മനുഷ്യ സമൂഹം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും തീവ്രമായിട്ടുള്ള ചിന്താഗതികളോ തീവ്രമായിട്ടുള്ള മാറ്റുള്ള ഭാഗങ്ങളോ നാം ചിന്തിക്കാതെ നാം ഒന്നാണെന്ന് മനസ്സിലാക്കുക. അയ്യപ്പ ദർശനത്തിനെത്തുന്നവർ വാവരുസ്വാമിയെയും വണങ്ങിയാണ് സാധാരണ മലയിറങ്ങാറുള്ളൂ. പൂജിച്ച അരിയും കുരുമുളകും ഭസ്മവുമാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. അയ്യപ്പനും വാവരും വർഷങ്ങൾക്ക് മുമ്പേ നൽകിയ സന്ദേശമാണ് മതങ്ങൾക്കപ്പുറത്ത് മനുഷ്യ സൗഹൃദം വളരണം എന്നുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ചയാവേണ്ടതും അതുതന്നെയാണ്. സന്നിധാനത്തെ വാവരുനടയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.